Hi dear students, in our last class we have defined what is MSME, micro, small and medium enterprises. Now we have to go through the features, objectives and advantages of these MSMEs. Firstly, let us discuss the characteristics of MSME. We know these are small scale organizations. So the first peculiarity is that it is organized by individuals, because the capital to be contributed by these organizations will be lesser amount. So these types of organizations are generally started by individuals. And the second feature is that it is started as localized industries. That is, very much advanced industries are not started in MSME sector, but it is generally the habit that people are starting localized industries as MSMEs. നമുക്കറിയാം അല്ലേ, നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ അതാത് മേഖലയ്ക്ക് അനുയോജ്യമായ ബിസിനസ്സുകളാണ് MSME സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, the localized industries are started using MSMEs. Then it requires less capital. That is another peculiarity. MSMEക്ക് ഒരുപാട് ക്യാപിറ്റലൊന്നും ആവശ്യമില്ല. നമുക്കറിയാം അതിൻ്റെ ഒരു ക്രൈറ്റീരിയ തന്നെ ക്യാപിറ്റൽ ബേസ്ഡ് ആണ്. ഇത്ര ലക്ഷം രൂപ, ഇത്ര കോടി രൂപ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ MSME എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ബൈ MSMEs. Then another peculiarity is that it is labor intensive. ക്യാപിറ്റൽ ഇൻറ്റൻസീവായ ഹൈലി ഇക്വിപ്ഡ് ആയിട്ടുള്ള ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീനറി ഉള്ള ഒരു സ്ഥാപനം ആവില്ല MSME പലപ്പോഴും. ഇറ്റ് മേ ബി ലാബർ ഇൻറ്റൻസീവ് അല്ലേ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്ന കൂടുതൽ ലേബറിന്, ഹ്യൂമൻ ലേബർ ഉപയോഗിച്ചുകൊണ്ട് മെഷീനറി കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് MSME സെക്ടറിൽ സാധാരണ വർക്ക് ചെയ്യുക. ദെൻ ഇറ്റ് യൂസ് സിമ്പിൾ ടെക്നോളജീസ്, അനദർ പെക്യൂലിയാരിറ്റിയാണ് അല്ലേ. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ടെക്നോളജീസ് പർച്ചേസ് ചെയ്തുകൊണ്ട് MSME സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യുകയില്ല. അങ്ങനെയാകുമ്പോൾ അത് ലാർജ് സ്കെയിലിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ MSMEs ആർ യൂസിങ് സിമ്പിൾ ടെക്നോളജീസ്. ദെൻ ഗവൺമെൻറ് അസിസ്റ്റൻസ് എലിജിബിലിറ്റി ഈസ് അനദർ ഫീച്ചർ. ആൻഡ് MSME വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഗവൺമെൻറ് അസിസ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മൊഡ്യൂൾ തന്നെ പഠിക്കുന്നത്. കാരണം വെൻ വി കംപ്ലീറ്റ് അവർ ഡിഗ്രി കോഴ്സ് ഓർ ഡ്യൂറിങ് അവർ ഡിഗ്രി എഡ്യൂക്കേഷൻ പീരീഡ് we can start an MSME, because a lot of financial assistance can be availed from government by consulting different government bodies. ഇപ്പോൾ നമ്മുടെ തിരൂർ ഉണ്ട് അല്ലേ, നമ്മൾ എന്താണ് റീജിയണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് ഉണ്ട്, മലപ്പുറത്തുണ്ട്. അപ്പം അതിൻ്റെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഓഫീസറുടെ ഓഫീസ് തിരൂരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന നമ്മുടെ ചെറിയ ബിസിനസ് ഐഡിയാസ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും, എങ്ങനെയൊക്കെ നമുക്ക് മെഷീനറിയിലെ അറേഞ്ച് ചെയ്യാം, എന്തൊക്കെ ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ആണുള്ളത്, ഇതൊക്കെ നമുക്കറിയാൻ സാധിക്കും. സോ ദർ ആർ എ ലോട്ട് ഓഫ് ഗവൺമെൻറ് അസിസ്റ്റൻസസ് പ്രൊവൈഡഡ് ബോത്ത് ഫിനാൻഷ്യലി ആൻഡ് നോൺ ഫിനാൻഷ്യലി. ഇതാണ് നമ്മൾ MSMEയുടെ മറ്റൊരു പ്രത്യേകത. ദെൻ ഇറ്റ് ക്യാൻ ബി ഈസിലി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു ലാർജ് സ്കെയിൽ ഫാക്ടറി നമുക്ക് തുടങ്ങണമെങ്കിൽ നമുക്കറിയാം വി ഹാവ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ലൈസൻസ്, എ ലോട്ട് ഓഫ് രജിസ്ട്രേഷൻ പ്രോസസ് എക്സെട്ര. ബട്ട് ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട് ആൻ MSME ആസ് കമ്പയർഡ് ടു ലാർജ് സ്കെയിൽ അണ്ടർടേക്കിങ്സ്. ദെൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. കുറച്ച് പൈസ വെച്ച് തുടങ്ങുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് പോരാ, വേറെ ഒന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ മാറ്റി പ്രോഡക്റ്റ് മാറ്റാം, പ്രോസസ്സ് മാറ്റാം, ടെക്നോളജി മാറ്റാം. ഇറ്റ് ഈസ് ഓൾവേസ് ഫ്ലെക്സിബിൾ. നമുക്ക് കുറച്ചുകൂടി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാം. കാരണം ഒരു കമ്പനി പോലെയല്ല, കമ്പനി ആകുമ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്ത് വലിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പം അതിൽ നിന്ന് പെട്ടെന്ന് അല്ലേ നമ്മളൊരു ഒരു 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 തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ബട്ട് ആസ് ഫാർ ആസ് MSME ഈസ് കൺസേൺഡ് ഇറ്റ് ഈസ്
a flexible type of organization and it require lesser gestation period. ഗസ്റ്റേഷൻ പീരീഡ് കുറവാണ്. കാരണം ഒരു വലിയ കമ്പനി ആകുമ്പോൾ നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റീകൂപ്പ് ചെയ്യാൻ, തിരിച്ചു കിട്ടാൻ കുറേ സമയമെടുക്കും. പക്ഷേ MSMEക്ക് നമുക്ക് കുറച്ച് ക്യാപിറ്റൽ മതി. ആ കുറച്ച് ക്യാപിറ്റൽ തിരിച്ചെടുക്കാനും കുറച്ച് സമയം മതി. അതാണ് ഗസ്റ്റേഷൻ പീരീഡ് കുറവാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആൻഡ് ഓൾസോ ദർ വിൽ ബി ലെസ്സർ റെഡ് ടൈപ്പിസം. റെഡ് ടൈപ്പ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ലൈസൻസ്, ഒരു രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരണമെങ്കിൽ അല്ലേ ഗവൺമെൻറ് ഓഫീസുകളിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഡിലേ വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് MSME ദർ ഈസ് ലെസ്സർ ചാൻസ് ഫോർ റെഡ് ടൈപ്പിസം. അതങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നെയുണ്ട്. ഒരുപാട് പ്രൊമോഷണൽ മെഷേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മെഷേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ MSMEയുടെ കേസിൽ റെഡ് ടൈപ്പിസം കുറവായിരിക്കും. ഈസി പ്രോസസ്സിങ് ഓഫ് ഫയൽസ് ഉണ്ടാവും. സോ ദീസ് ആർ സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSMEs. Now let us discuss another topic, objectives of MSME. എന്തിനാണ് ഇങ്ങനെയൊരു MSME എന്ന് പറയുന്ന ഒരു ടൈപ്പ് കാറ്റഗറി ഗവൺമെൻറ് എപ്പോഴും എല്ലാ വർഷവും ഡിഫൈൻ ചെയ്യും. മാത്രമല്ല നൗ അറ്റ് പ്രസൻറ്റ് വി ഹാവ് എൻ MSME മിനിസ്റ്റർ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മിനിസ്ട്രി തന്നെ MSMEക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് MSME സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ GDPയുടെ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ടിൻ്റെയൊക്കെ ഒരു വലിയ പോർഷൻ ഈ MSMEയിൽ നിന്ന് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് MSMEയുടെ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെ ഒരു സെക്ടറിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലേ, ഒരുപാട് ഈ ചെറുകിട സ്ഥാപനങ്ങൾ പലപ്പോഴും അത് എന്താണ് മെഷീനറി ആവില്ല, ടെക്നോളജി ബേസ്ഡ് ആവില്ല. ഇറ്റ് മേ ബി ലേബർ ഇൻറ്റൻസീവ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവായ ഒരുപാട് സ്ഥാപനങ്ങൾ വരുമ്പോൾ ഇറ്റ് വിൽ പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്. സെക്കൻഡ്, ടു പ്രൊമോട്ട് പ്രൊഡക്ഷൻ. അല്ലേ, രാജ്യത്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ എക്സ്പോർട്ടോ മറ്റോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ MSME ആവശ്യമാണ്. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ്, ടു എൻകറേജ് മോഡേൺ ടെക്നോളജീസ്. അല്ലേ, MSME നമുക്കറിയാം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല, ലേബർ ഇൻറ്റൻസീവാണ്. ടെക്നോളജി, അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. എങ്കിൽ പോലും ഈവൻ ഇഫ് ഇറ്റ് ഈസ് യൂസിങ് ടെക്നോളജി ദേ വിൽ യൂസ് മോഡേൺ ടെക്നോളജീസ്. അല്ലേ, പുതിയ പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ലിമിറ്റൊക്കെ അല്ലേ ക്രോർസിലേക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ മോഡേൺ ടെക്നോളജീസ് എൻകറേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഈ MSME സെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കാം. പലപ്പോഴും അതാത് ലോക്കൽ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം MSME പലതും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ ദ കൺട്രി ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഇഫ് ദർ ഇസ് MSME പ്രൊമോഷൻ. ദെൻ അനദർ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അല്ലേ, റിസോഴ്സുകളെ ഇക്വിറ്റബിളായിട്ട് ആളുകൾക്കിടയിൽ വിഭജിക്കാൻ സാധിക്കും. കാരണം ദ റിസോഴ്സസ് വിത്ത് വൺ പേഴ്സൺ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ അനദർ പേഴ്സൺ ഹൂ ഈസ് റണ്ണിങ് MSME. അല്ലേ, MSME സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ കുറേ സ്ഥാപനങ്ങൾ വരും. അപ്പം അതുകൊണ്ട് തന്നെ സംരംഭകർ വരും. അപ്പം അതുകൊണ്ട് തന്നെ പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് സംരംഭത്തിലൂടെ പൈസ ചാനലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. ദെൻ ടു എൻഷുർ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. അല്ലേ, വെൻ വി പ്രൊമോട്ട് industries, local industries, and when we use localized resources it will ensure balanced regional development. എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാവും. നമുക്കറിയാം അല്ലേ, a lot of industries, a lot of firms are being started in MSME sector. അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സംരംഭകർ വരും, കൂടുതൽ ആളുകളിലേക്ക് ഫണ്ടുകൾ ചാനലൈസ് ചെയ്യാൻ സാധിക്കും. ദെൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ്. അല്ലേ, കൂടുതൽ ആളുകളും പലപ്പോഴും എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം സംരംഭം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് പോകുന്നതിന് പകരം അയാളും 1, 2, 3 പേരും തമ്മിലുള്ള ഒരു ജോലി തുടങ്ങുക. അല്ലേ, അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ MSME. ഇതാണ് MSMEയുടെ മറ്റൊരു ഉദ്ദേശം. ദെൻ നാഷണൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം എല്ലായിടത്തും അല്ലേ പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ്, റിസോഴ്സ്
ഷെയറിങ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ലീഡ് ടു നാഷണൽ ഡെവലപ്മെൻറ്റ്. കാരണം നമ്മുടെ GDP-യുടെ തന്നെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് അല്ലേ, നമ്മുടെ ടാർഗറ്റ് മുമ്പൊക്കെ 8% എന്നുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് 15ഉം 20ഒക്കെ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിത്ത് the help of MSMEs. And also another objective is to increase the standard of living of people. അല്ലേ, ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് MSME സെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ 2 ടോപ്പിക്കിലൂടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME. ഓക്കെ, താങ്ക് യു വെരി മച്ച്.